ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് കുഞ്ഞുമ്മ മാറ്റി ഒരുങ്ങി നിൽക്കുകയാണ്, പണിക്കോ നിൽക്കുകയാണ് അല്ലേ? നേരം വൈകി നിൽക്കുകയാണ്. നേരം വൈകി അല്ലെങ്കിൽ തന്നെ നിൽക്കുകയാണ്. എന്നിട്ട് വേണം ചായയും കടിയൊക്കെ കുടിച്ചാൻ. അപ്പം ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് കുട്ടികളൊപ്പം കൊണ്ടുപോകുന്നുണ്ട് അല്ലേ? അപ്പോൾ പിന്നെ എന്തൊക്കെ എന്നാ പോകല്ലേ? എന്നാ പോയിക്കോളി. നിങ്ങൾ പോയിട്ട് വേണം ബാക്കിയുള്ള പണിയൊക്കെ ഒരുക്കാൻ. ഞാനും ചായ കുടിച്ചിട്ടില്ല, ചായ കുടിച്ചണം, ഓരോ പണി നോക്കണമെങ്കിൽ നിങ്ങളൊക്കെ ഇവിടുന്ന് പോകണം. നേ പോയിക്കോളിന്ന്. ആയിക്കോട്ടെ. എന്താ കടി? ഉപ്പുമാവും പഴവും ചായയില്ലേ? ഞാൻ കുടിച്ചോളി പോകാനായില്ലേ? ദിവസേ വേ മാറ്റിക്ക. നേരം നോക്കൂ, 9 മണി. അല്ല, എന്താ പരിപാടി? ഓലെ ഒരു 5 മിനിറ്റ് കാത്തിക്ക്. പണി ലീവാക്കി മനസ്സിലായോ? ഒരു 5 മിനിറ്റ് കൂടി ഇല്ലടാ, കഴിഞ്ഞില്ലേ മാറ്റി? ഞാൻ പണി ലീവാക്കേണ്ടി വരും കേട്ടോ. സമയം 9 മണി ആയിക്കണേ. അത് അവിടെ ഒന്ന് കടക്കണുള്ളൂ. ഒരുങ്ങിണ്ടെങ്കിൽ ഒരുങ്ങി. ഓന്റെ ഇപ്പൊ കയ്യും ഇവന്റെ കയ്യാത്ത. ഞാൻ ഇവിടെ കടന്നുറക്കൂട്ടോ. ഞാൻ പണിക്കൂല, ഇവിടെ ഉച്ചക്ക് സുഖായി പണിക്കോണ്ട പരിപാടിയാ. മാറ്റിക്കോ. ഇതാണേ മാറ്റിക്ക. അങ്ങനെ നേരല്ലാന്ന് പറഞ്ഞാണ്ട് കുഞ്ഞുമാ പോകണം കേട്ടോ. കൊണ്ടുപോയില്ലല്ലോ, അവിടെ പാന്റ് പൗതിയാക്കി നിന്നട്ടോ. അപ്പൊ പോയിക്കോളിട്ടോ. അപ്പോൾ ചായയും കൂടിയൊക്കെ കഴിഞ്ഞ് കൂട്ടാണ്ടാക്കണ തിരക്കിലാട്ടോ. അപ്പോൾ ഇന്ന് എന്തോ ഈ വായന്റെ ഉള്ളിലത്തെ മറ്റേ വായ വെട്ടി കീറിങ്ങാണ്ട് സാധനം കിട്ടൂലേ, വെള്ളം കൂമ്പോ എന്തോ പറയും, അത് കിട്ടിക്കണം. അതും മമ്പയറും ഉണ്ട്. മമ്പയറോ മുതിര ഉണ്ട് പറഞ്ഞു ഉമ്മ. അപ്പം അത് കൂട്ടാൻ വെക്കണം. അതേപോലെ മാന്തൽ മീനുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ കൂട്ടാനും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ എല്ലാ പേരിലും വായ ഉണ്ട്. അപ്പം വായ എന്ന് വെട്ടിയാലും നമുക്ക് ഇതേപോലെ വായൻ്റെ കൂമ്പോ അല്ലെങ്കിൽ ആ പൂവോ അല്ലെങ്കിൽ വായൻ്റെ കൊലയോ ഒക്കെ തരും കേട്ടോ. അപ്പൊ കൂട്ടാൻ വെക്കാൻ ഇടക്കിടക്ക് മത്തൻ്റെ ഇലയായിട്ടൊക്കെ അവിടുന്ന് മുരിങ്ങൻ്റെ ഇലയൊക്കെ ആയിട്ട് കിട്ടും. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. ഇതെല്ലാവരും കൂട്ടാൻ വെക്കാൻ അടുക്കലുണ്ടാവും. മമ്പയറോ മുതിര എന്തേലൊക്കെ ഇതിനൊപ്പം ഇടും, അല്ലെങ്കിൽ തേങ്ങ അങ്ങനെ ആക്കി വെറുതെ വെക്കും ചെയ്യും. അപ്പോൾ ഞാനിത് അരിയൽ തുടങ്ങട്ടെ. ഏതായാലും ചെറുതാക്കി കട്ട് ചെയ്ത് കുറച്ച് വെള്ളത്തിൽ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടുങ്ങാണ്ട് ഇതിന് നൂലൊക്കെ കളഞ്ഞങ്ങാണ്ട് അരിഞ്ഞ് സെറ്റാക്കി എടുക്കണം. നമ്മളവിടെ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കുറച്ച് വെള്ളത്തിലാണ് വെച്ചിരുന്നത്. അരിഞ്ഞപ്പോൾ നൂലൊക്കെ എടുത്തിക്കണ്, പക്ഷെ എന്നാലും ഉണ്ടാകും പിന്നെ ഓരോ നൂലൊക്കെ. ഉമ്മ ഇവിടെ മീൻകറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മീൻ തലയാണ് ഇട്ടത്, പേദന്റെ മീൻ തലയാണ്. ഉമ്മാനെ എവിടെ തല കണ്ടാലും അത് കൊണ്ടുവരും. ഇന്ന് കണ്ടിക്കണേ നാളെ കണ്ടാലും നാളെയും കൊണ്ടുവരും. അമ്മ മുതിര ചൂടാക്കുക. അത് നല്ലോണം വറക്കണല്ലോ അമ്മ. മുതിര നല്ലോണം വറുത്തിട്ട് എന്താ ഇട്ടുക? തീമൊക്കെ കുക്കറില് എത്ര വിസിലാ? 4 വിസിൽ. 4 വിസില് വെന്തിട്ട് പിന്നെ ഈ ഉപ്പേരി ഇട്ടുകൊണ്ട് വേവിച്ചല്ലേ? ഇത് ഇടുവോ? ഈ സാധനം ഇടുവോ? ഒക്കെ ഇട്ടാണ് വേവിച്ചല്ലേ? ലാസ്റ്റ് ചെറുള്ളിയിട്ട് കാണല്ലേ? അങ്ങനെ ഇമ്മ ഉപ്പേരിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടോ. ഞാൻ പറഞ്ഞിനി ഇമ്മ ഉപ്പേരി വീഡിയോ ആണ്, അവിടെ നിക്കിന്നൊക്കെ പറഞ്ഞിനി. പക്ഷെ ഉമ്മ ഞാൻ കുളിച്ചാൻ പോയപ്പോഴത്തേന് ഉമ്മ കൂട്ടുണ്ടാക്കി. ഞാൻ കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഓർമ്മയില്ല കേട്ടോ. അപ്പൊ ഞമ്മക്ക് എങ്ങനെ വായന്റെ തൂമ്പനല്ല പറയുന്നത്, അതന്നെ. ചോറുന്നോട്ടെ. നമ്മൾ ചോറും ഉപ്പേരിയും ഇന്നലത്തെ സാമ്പാറെല്ലാം ഉണ്ടായി ചൂടാക്കിയാൽ മതി. നല്ല മീൻ കറിയും ഒക്കെ റെഡി ആക്കണം കേട്ടോ. വലിയ പേദന്റെ തലയാണ്. നല്ല അടിപൊളി തലക്കറിയും റെഡിയാണ്. അപ്പൊ ഇതൊക്കെ കൂട്ടിയിട്ട് ചോറിട്ട് കാണാം. അങ്ങനെ നമ്മളെ കുന്മാന് പണിയേറി വന്നിക്കണല്ലേ? എന്താ മീനോ കച്ചില്? എന്ത് മീനാണ്? കഷ്ണമീനാ? വണ്ടിക്കാരെത്തുന്ന
വേരിക്കോസിന്റെ വേദനയാണല്ലേ. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും ഒക്കെ അറിയാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസും കാര്യവും പറയണേ. തൊലി ഡോക്ടറെ കാട്ടണത്, പക്ഷെ കാട്ടിട്ട് യാതൊരു കുറവുമില്ല. എന്റെ കാലുമേ കാല് പൊന്തിച്ചു പോ. കോഴിക്കള് കൊറേ ഉണ്ടായോണ്ട് അകത്തു കൂടെ ഒക്കെ കോഴിക്കാട്ടാ. കുളിച്ചില്ലേ? അവിടെ മകനാക്കണ് പണി ഉണ്ടാക്കി വെച്ചേക്കണ്. ഓൻ കുളിച്ചാണ്, തിരുമ്പാണ്. ഇജെവിടെയിനി? അല്ല ഇജ് എവിടുക്ക കളിച്ചാൻ പോയിനിയെ? ഇല്ല. എവിടുക്ക കളിച്ചാൻ പോയിനി? എന്നിട്ടോ ഗ്രൗണ്ടത്തെ മണ്ണൊന്നായിട്ട് ഇങ്ങോട്ട് കൊടുന്നിട്ട് ഓനും കൊണ്ട് ഇപ്പൊ തിരുമ്പി ഒലിമ്പിച്ച് ഇപ്പൊ കളിച്ചാൻ പോയിട്ട് ഇപ്പച്ചിനോട് പറഞ്ഞു കൊടുക്കണേ. പറഞ്ഞു കൊടുക്കാതെ നിൽക്കട്ടോ. മുണ്ടണ്ട. ഇന്നലെ കൊടുന്ന പൂച്ചനെ അല്ലേ ചേച്ചി കൊണ്ടോയില്ലേ. അങ്ങനെ രാത്രിക്കത്തെ കൂട്ടാളി പറഞ്ഞാല് ഇന്ന് മീൻകറി കഴിഞ്ഞിട്ടോ. കുട്ടികൾക്ക് മീനൊന്നും അങ്ങനെ പറ്റൂല. ചിക്കൻ കൊടുന്നാൽ അതിന്റെ കാല് നമ്മൾക്ക് മാറ്റി വെക്കലാണ്. കുട്ടികളില്ലോണ്ട് ഇപ്പൊ നമ്മക്കും തിന്നാൻ പറ്റൂല. കാലൊന്നും തിന്നാൻ പറ്റായല്ല, തിന്നാൻ കിട്ടൂല. അപ്പൊ ഇത് മസാല വെച്ച് ഒന്ന് പൊരിച്ചെടുക്കട്ടെ. ലെഗ് പീസ് ആയിട്ടില്ല. നിങ്ങക്ക് പറ്റൂലല്ലോ ചിക്കന്റെ കാല്? ഇല്ല ഇല്ല. അപ്പൊ നിങ്ങളല്ലേ പറഞ്ഞാൾ നിങ്ങക്ക് പറ്റൂലെന്ന്. എനിക്ക് പറ്റുവോ? ഒരു കോഴിക്ക് 2 കാലുള്ളൂ. നിങ്ങൾക്ക് 2 ആണല്ലേ? പൊരിച്ചട്ടെ. അപ്പൊ ഞങ്ങൾക്ക് നേരെ ചട്ടിക്ക് ഇടല്ലേ. ഒരു കോഴിക്ക് എത്ര കാലാ? ഒരു കോഴിക്ക് എത്ര കാലാ? അപ്പൊ 2 അപ്പൊ ഇച്ചോ? ഇച്ച് 2 കാലാണ്. എനിക്കില്ലതില്ലേ. എനിക്ക് തരുവോ? അത് വിട്ടില്ല കളിയില്ലല്ലേ. ചൂടാണെടാ. മണം കേട്ടിട്ട് പൂച്ചക്കുട്ടി വെച്ച് മണം കേട്ട് നടക്കാന് ആയിട്ട് വിളിച്ചാട്ടോ. ചായ എടുക്കട്ടെ? ചായ ചായക്ക് എന്താ കടി? ചായക്ക് പൂള പുഴുങ്ങി കുത്തി അടച്ചത്. മീൻകറി അത് മതിയില്ലേ? അത് മതി. എന്നാ പൊരി കുടിച്ചാന്. എങ്ങനെ എങ്ങനത്തെ പറ്റിയ കൊയമ്പ് മാതിരി നല്ല കുത്തി അടച്ചതാണ്. ഇറച്ചിയൊന്നുമില്ല ഇതില്. ഇത് മീൻകറി, ഉമ്മാന്റെ സ്പെഷ്യൽ മീൻകറി. എന്താ പറഞ്ഞ മുത്തുമോളെ? എന്തേലും ഉച്ചക്ക് കൂട്ടാന്? ഉച്ചക്കോ? ഉച്ചക്ക് നല്ല സാമ്പാർ. ഇവിടുന്നുള്ളു സാമ്പാർ കൂട്ടാത്തില്ല. അപ്പൊ വേറെ എവിടുന്നേലും കിട്ടിയാലും കൂട്ടൂലേ? സാമ്പാർ മാത്രമുള്ള ഇനി? സാമ്പാർ, മീന്, പിന്നെ ഉപ്പേരി. മുതലാളിൻ്റെ ചായ അടിച്ചോളിട്ടോ. മുട്ടായി എന്ന് പറഞ്ഞ അപ്പം മുണ്ടു അല്ലെങ്കിൽ മുണ്ടൂല എന്റെ കുട്ടികൾ. മുട്ടായി പറയണം. മുട്ടായി എന്നാലോ? വൈകുന്നേരം മുട്ടായിക്ക് നിലവിളിച്ചേനി. വരുമ്പോ കൊണ്ടട്ടെ. വേണോ മുട്ടായി? വേണോ മുട്ടായി? ഇവിടെ വിളിച്ചിക്ക്. ഇതോ മീൻകറി ഒരു രക്ഷയില്ല. കിടുക്കാച്ചി മീൻകറി, അടിപൊളി മീൻകറി. നീ ക്യാമറ ഓഫ് ആക്കിട്ട് വേണം ശരിക്കും അറിയാനല്ലേ? അല്ലല്ല, നല്ല അടിപൊളി കറി. അതിന്റെ കളർ തന്നെ നോക്കിട്ട് ടോപ്പായി. ഇവിടെ അമ്മ കുറച്ച് വറ്റിച്ച മാതിരിയാണ് മീൻകറി വെക്കുന്നത്. അവിടുത്തെ അമ്മ വെള്ളം മാതിരി വെക്കും. വെള്ളം മാതിരിയല്ല, അവൻ രസമാണ്, ഇതും രസമാണ്. ഓരോരുത്തർക്കും ഓരോ കൈപ്പുണ്യം. ഉമ്മാന്റെ കൈപ്പുണ്യമാളെ അടിപൊളിയായി കറി. ചൂടാണേ കയ്യിലേ ഇതിനുള്ള
ഞാൻ ഇട്ടരാ ആ ചൂടാണ് അതല്ലേ പറയുന്നേ ഞാൻ വെറുതെ പറയാന്ന് വിചാരിച്ചോ. എന്നാ ചോറ് ഇങ്ങോട്ട് കൊണ്ടുപോരി, ഇവിടുന്ന് കൊടുക്കാം. കുട്ടികളെ ബരി ഇനി ഓരോരുത്തരും അളവും തൂക്കൊക്കെ എടുക്കലോ തുടങ്ങും കേട്ടോ. സൗണ്ട് അടിച്ചാ കുട്ടികള് ചോർന്നോട്ടല്ലേ. ചിക്കൻ ആയാൽ പിന്നെ വാരി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇഷ്ടപ്പെട്ടില്ല എണ്ണിയെ? ഒരു പീസോ പോട്ടെന്നാ ഇതുവാ വേണ്ട വേണ്ട. സാമ്പാറുണ്ട്, സാമ്പാർ തരട്ടെ കുറച്ച്. കുന്മാന്റെ അല്ല എല്ലാരും ചോദിച്ചിട്ടുണ്ടേ ഞങ്ങളെ കുന്മാനെ എന്ന് വിളിച്ചത് എന്തുകൊണ്ടാണ്? പൊന്മാനാണോ നിങ്ങളെ പേര്, അതോ കുന്മാനാണോ പേര്, അല്ലെങ്കിൽ വേറെ എന്തൊക്കെയാ പറയുന്നുണ്ട് കേട്ടോ. എന്തുകൊണ്ടാണ് ഞങ്ങൾ വിളിച്ചത്? കുഞ്ഞിമാനായിട്ട് കുഞ്ഞിമാനാണ് പേര്. കുഞ്ഞിമാനാണ് പേര്. കുഞ്ഞിമോനാണ് പേര്, കുഞ്ഞിമാനല്ല. പക്ഷെ ഞാൻ രണ്ടിന്റെ അടിയിൽ നിന്നിങ്ങാണ്ട് കുന്മാൻ എന്നാക്കി. അപ്പൊ എങ്ങനെയുണ്ട്? ആ അപ്പൊ ഇതിൽ കൊറേ ആൾക്കാര് കമന്റ് ചെയ്തിട്ടുണ്ട് എന്തൊരു പേരാണ്, അതാണ് പേര്. അപ്പൊ പിന്നെ നിങ്ങൾക്ക് എന്താ പറയാല്ലേ? പിന്നെ പറയാനുള്ളത് എന്തൊക്കെയാ പറയാണ്ട് അറിയണല്ലോ. ക്യാമറ ഓണാക്കിയാ ഒന്നും മുണ്ടൂല കേട്ടോ. ഞാൻ ക്യാമറ ഓണാക്കിയാ മുണ്ടൂല അറിയിച്ച് ആദ്യമൊക്കെ മടിയുണ്ട്. ഇപ്പോഴും മടിയൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. മടിക്ക് കുറവൊന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ മുണ്ടാ എന്നിട്ട് കാര്യമില്ല, എന്തേലൊക്കെ പറയും. ഞാൻ തന്നെ അധികം വർത്താനം പറയാത്ത ആളാണ്. അതിന്റെ ഇടയിൽ കൂടെ ഇതും പാടെ ഇങ്ങനെ ആയാല് ക്യാമറ ഓണാക്കി വെറുതെ നിക്കുക. അപ്പൊ ആൾക്കാർക്ക് ചടപ്പ് വരും എന്നൊക്കെ പറഞ്ഞ് എന്തേലും ഒന്ന് പറയും, എന്നാലല്ലേ ആൾക്കാർ കാണുമ്പോ ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറയും. അപ്പൊ ആക്ക് ഇപ്പോഴാണ് ഇങ്ങനെ കുറച്ച് വർത്താനം പറയല് തുടങ്ങിയല്ലേ. ഞാൻ വർത്താനം പറയും ഫോണിൽ കൂടെ അല്ലാതെ പെരീന്നും അതേമാതിരി വർത്താനം പറയും. റോട്ടിൽ അങ്ങാടിന്നും ചെക്കന്മാരോടൊക്കെ വർത്താനം പറയും. പിന്നെ ഫോണില് ക്യാമറ ഓണാക്കുമ്പോ ഇച്ച് മടിയാണ്, ഭയങ്കര മടിയാണ്. ഒന്നാമതാണ്, അല്ലാതൊന്നുമല്ല. പെരും മടിയാ. ഒരു ക്യാമറയും കൊണ്ട് നേരെ വരും മുഖത്തേക്ക്. അപ്പൊ പിന്നെ നമുക്ക് പറയാനും കജൂല, ഒന്നും കജൂല. പിന്നെ അതിനുള്ള മറുപടി ഇങ്ങനെ പറയാം. ഓള് പറയുന്നേ പിന്നെ ആലോചിച്ചണം എന്തേലുമൊക്കെ. പെട്ടെന്ന് കിട്ടൂല. അവള് ക്യാമറയും പിടിച്ച് ഇങ്ങനെ നിക്കല്ലേ. ഇപ്പൊ ഇങ്ങനെ സീറ്റിംഗ് ആയി വരുന്നുണ്ട്. ഇപ്പൊ എന്നും തന്നെയല്ലേ പരിപാടി. ഓളാദ്യം നമ്മളെ കെട്ടിയപ്പോ വർത്താനം തന്നെ പറയില്ലേനി. മുണ്ടൂലേന്ന് പറഞ്ഞാൽ ഞാൻ എന്തേലും മറുപടി എന്നോട് എന്തേലും പറയുകയാണെങ്കിൽ മാത്രമേ അതിന്റെ മറുപടി പറയാന്നല്ലാതെ, ഞാൻ ചോദ്യം ചോദിച്ചോലോ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അതിന്റെ മറുപടി പറയും. അല്ലാതെ ഒരു വർത്താനം ഇങ്ങോട്ടൊന്നും പറയില്ല. ഇപ്പൊ ഓള് പെരും വർത്താനമായി, ഞാൻ ഇപ്പം മുണ്ടാട്ടോ ഇല്ലാതെയായി. ഓള് പിന്നെ നല്ലോണം വർത്താനം പറയും. ഓള് ആദ്യേ വർത്താനം പറയും. അപ്പൊ അങ്ങനെയാണ് നമ്മളെ കാര്യങ്ങളൊക്കെ. നിങ്ങൾ കൂടുതൽ ആക്റ്റീവ് ആകാൻ നോക്കല്ലേ ഇതില്. പിന്നെന്താ. അപ്പൊ ഇനി ഇതിന്റെ ഒരു ഭാഗമായിക്കാണ്ട് ഏതായാലും നിക്കില്ലേ. അപ്പൊ നമുക്ക് ആക്റ്റീവായേ പറ്റുള്ളൂ. അപ്പൊ എല്ലാരും നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാ വീഡിയോസും സ്കിപ്പ് ചെയ്യാതെ കാണട്ടെ എല്ലാരും. അപ്പോൾ കുറെ ആൾക്കാർ നമ്മളെ ഫാമിലിനെ വളരെ ഇഷ്ടമാണ് പറഞ്ഞിട്ട് കുറെ കമന്റ് ഇടുന്നുണ്ട്. അത് കാണുമ്പോ നല്ല സന്തോഷമുണ്ട് അല്ലേ. നല്ല സന്തോഷമുണ്ട്. അപ്പൊ ഇനി പുതിയ ഓരോ വീഡിയോസ് ആയിട്ട് നമുക്ക് കാണാം. അതേപോലെ ഞങ്ങൾ ഇങ്ങനെ വെല്ല വർത്താനം പറഞ്ഞൊക്കെ വീടുള്ള എന്തായാലും ഞങ്ങൾ രണ്ടാളും ആണെങ്കിൽ ഷംന പിന്നെ ഒന്ന് ഉഷാറായിങ്ങാണ്ട് നല്ല ആക്റ്റീവ് ആകുള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് വേറെ വീഡിയോ ആയിട്ട് ഇനി വന്നാലോ. വൈൻഡപ്പാക്കല്ലേ. അപ്പൊ എല്ലാവർക്കും ഞങ്ങളെ അസ്സലാമു അലൈക്കും. ഓണല്ലേ.